സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവേ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും അങ്ങെ പോലെയാക്കണം മുഴുവൻ. ദീനക്കാരെയും ഹീനന്മാരെയും ആശ്വസിപ്പിപ്പാൻ വന്നോനേ, ആനന്ദത്തോടു ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുകേ. ആനന്ദത്തോടു ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുകേ. ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനെ വാസം ചെയ്യണം ഈ നിൻ വിനയം എൻ്റെ ഉള്ളിലും നാഥനെ. വാസം ചെയ്യണം ഈ നിൻ വിനയം എൻ്റെ ഉള്ളിലും നാഥനെ. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളൊരു യേശുവേ, പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി തരണം എന്നുമേ. പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി തരണം എന്നുമേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കർത്താവിന്റെ വചനം ധ്യാനിപ്പ് തന്നിരിക്കുന്ന നല്ല സമയത്തിനായ കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പം കർത്താവിന്റെ വചനം ധ്യാനിപ്പാൻ തന്നിരിക്കുന്ന അവസരത്തെ വീണ്ടും ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. അനുഗ്രഹയുടെ രാത്രികൾ നമ്മളെ വിട്ടുപോയി തന്നിരിക്കുന്ന ദിനത്തിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അതിപരിശുദ്ധമ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ എല്ലാവരെയും, എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. നിങ്ങളെല്ലാം സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇന്ന് അല്പസമയം നമുക്ക് വചനം ധ്യാനിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ വായിക്കുന്നു രണ്ടാം കൊരിന്ത്യരുടെ പുസ്തകം, കൊരിന്ത്യരുടെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 20-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. നമ്മൾക്കെല്ലാം സുപരിചിതമായ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്നും ഉവ് ഉവ് എന്നുള്ളതാണ്. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ച ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ നമുക്ക് വാട്സപ്പ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് വളരെ സൗകര്യമാണല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുള്ളവർ പ്രാർത്ഥിച്ച് നമ്മൾ അയക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്നവർ അത് കേട്ടിട്ട് ആമേൻ സ്തോത്രം പറയുന്നതിൽ ഞങ്ങളെ വിശ്വസിക്കുകയും അതൊരു വലിയ പവർഫുള്ളാണെന്നും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവിന് മഹത്വം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ വചനത്തെ കേൾക്കുമ്പോഴും നമ്മൾ വിശ്വാസത്തോടെ അതിന്മേൽ ആമേൻ പറയണം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഞാനെന്നും പറയുന്ന പോലെ എൻ്റെ ശുശ്രൂഷയിൽ വളരെ കുറവുകളുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോഴെല്ലാം പാടുന്ന പാട്ട് തന്നെയായിരിക്കും പാടുന്നത്. കാരണം എനിക്കറിയാവുന്ന പാട്ടുകളൊക്കെ ഞാൻ പാടിക്കഴിഞ്ഞു എന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ ചിലപ്പം പാടിയ പാട്ടുകൾ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും പാടുന്നത്. ചിലർ പറയും പാട്ടിൻ്റെ മുഴുവനും പാട്ട് പാടണം, ആത്മീയ ഗീതങ്ങൾ പാടണം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴേ അതിനുള്ള സമയക്കുറവ് നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിന്നെ എനിക്ക് വലിയ സന്തോഷം, ഒരു നല്ല സന്തോഷം എന്ന് പറയുന്നത് ഒരു 2 വരി പാടിയിട്ട് നമ്മൾ ശുശ്രൂഷ തുടങ്ങുന്നതാണ് എനിക്ക് സന്തോഷം. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് എല്ലാം സഹായിക്കുന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. കർത്താവിന് മഹത്വം. ചിലർക്കെല്ലാം ഇത് എന്നും കേൾക്കുന്ന പാട്ടായിരിക്കാം, പക്ഷേ ചിലർക്കെല്ലാം ഇത് ആദ്യമായിട്ട് എന്നെ കേൾക്കുന്നവരായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനെന്നും പറയുന്ന പോലെ ഞാൻ പാട്ടുകാരിയല്ല. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയിലനുസരിച്ച് എൻ്റെ ട്യൂണിൽ തന്നെ അത് ഞാൻ പാട്ട് പാടുകയാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് മടങ്ങി വരാം.
കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ് ഉവ്വെന്ന് തന്നെ. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. എന്തുകൊണ്ടാണ് കർത്താവിന്റെ വാഗ്ദത്തം ഉവ്വ് എന്ന് പറഞ്ഞാലും നമ്മൾ കർത്താവിന്റെ വാഗ്ദത്തത്തിൽ ഉൾക്കൊള്ളാത്തവരായി ഞാനും നിങ്ങളും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ ജീവിതത്തിൽ നടക്കാൻ ഒരു സമയം ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുവാനും നമ്മളിലേതായ കുറവുകളും ഒക്കെ ഉണ്ടെന്നേ, അതൊക്കെ നമ്മളൊന്ന് ശോധന ചെയ്യണമെന്നാണ് ഇന്ന് പകൽക്കാലം എന്നോട് വചനത്താൽ ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ സഭകളോട് പറയുന്ന ഒന്നാണ്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ വെച്ച് ഉവ്വ് എന്നത്രേ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മൾക്ക് എനിക്കും നിങ്ങൾക്കും ഉണ്ട്. പലതരത്തിലുള്ള വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ദൈവവചനം മൊത്തം വാഗ്ദത്തങ്ങളാണല്ലോ. ഹല്ലേലൂയ. സത്യവേദ പുസ്തകം സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനങ്ങൾ വാഗ്ദത്തങ്ങളാണ്. നമ്മുടെ ഡെയിലി ബ്രെഡ്, നമുക്ക് ഓരോ ദിവസവും ജീവിക്കാൻ ആവശ്യമായ ആത്മീയ മന്ന എന്നാ പറഞ്ഞ ഒരു ഒറ്റ പുസ്തകം, സത്യവേദ പുസ്തകം മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സത്യവേദ പുസ്തകം അനുസരിച്ച് ജീവിക്കുന്ന ഒരുത്തനും ഒരു ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ വന്നാലും തളരുകയില്ല, പതറുകയില്ല, കുലുങ്ങിപ്പോകുകയില്ല. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സത്യവചന പുസ്തകം അനുസരിച്ച് ജീവിക്കുന്ന ഒരുത്തനും ആരെ ഉപദ്രവിക്കാൻ പോകുകയില്ല, ആരെ വേദനിപ്പിക്കാൻ പോകുകയില്ല. അവരെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമേ സത്യവേദന പുസ്തകം വായിക്കുന്നവൻ, പഠിക്കുന്നവൻ, ധ്യാനിക്കുന്നവരും കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദൈവമക്കളായി നമ്മൾ യേശുവിനെ അറിയുമെന്ന് പറയുന്ന ഹൃദയത്തിൽ വിഗ്രഹങ്ങളുണ്ട്. അങ്ങനെ അനേക ദൈവഹിതമല്ലാത്ത ദൈവത്തിനെതിരായിട്ടുള്ള അനേക വാഗ്ദത്തങ്ങൾ തടസ്സമായിട്ട് കുറവുകളെ എന്നിൽ നമ്മളൊന്ന് പകൽക്കാലം ഓർക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര കേട്ടാലും വചനം വായിച്ചാലും പഠിച്ചാലും ആ കുറവുകളെ ഒരിക്കലും അതിന്മേൽ ആ കുറവുകളെ കുറവുകളെ മാറ്റാൻ നമുക്ക് കൃപയ്ക്ക് വേണ്ടി പറഞ്ഞു. എന്നാൽ ആ കുറവൊക്കെ ദൈവ പരിശുദ്ധാത്മാവ് സംസാരിച്ചാലും ഹൃദയ കണ്ണത്താലിരിക്കുന്ന ഞാനും നിങ്ങളും. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ ഉവ്വ് എന്ന് കർത്താവ് നമ്മളോട് പറയുമ്പോഴേ ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ നമ്മൾ ദൈവവചന പ്രകാരം ജീവിക്കണം. അതൊന്നാമത്തെ പോയിന്റാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് അത് സംഭവിക്കാനുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ അനേക വർഷങ്ങൾ എടുക്കുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലപ്പോൾ അത് പെട്ടെന്ന് നടക്കുമായിരിക്കും. അത് കർത്താവിന്റെ സമയത്ത് നടക്കുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അത് കർത്താവിൻ്റെ സമയത്ത് അത് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് അത് മുഖാന്തരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പലപ്പോഴും ദൈവീയ വാഗ്ദത്തം നമ്മളിൽ നിവർത്തിപ്പാൻ കഴിയാതെ നമ്മൾ സംശയിക്കുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തം നിവർത്തിപ്പാൻ കഴിയാത്ത സംശയിക്കുന്നു, അതിനെ പിറുപിറുക്കുന്നു. എൻ്റെ ദൈവം ഇത് പറഞ്ഞിട്ട് ഇതുവരെ നടന്നില്ല എന്നുള്ളൊരു പിറുപിറുപ്പ്, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, അങ്ങനെയെല്ലാം ഞാനും നിങ്ങളും പറയുകയും ചെയ്യുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് എന്നാൽ വാഗ്ദത്തങ്ങൾ തന്ന നമ്മുടെ കർത്താവ് അത് പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണെന്ന് പകൽക്കാലം വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തനാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച് എന്നെ കേൾക്കുന്നത് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. അത് അനേക വർഷങ്ങൾ, അനേക നാളുകൾക്ക് ശേഷമാണ് വാഗ്ദത്തം അബ്രഹാമിന്റെ ജീവിതത്തിൽ അത് നടന്നത്. ദൈവത്തിന് നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരു ഉദാഹരണമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കാലം എത്ര എടുത്താലും ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ മേലുള്ള ചില വാഗ്ദത്തങ്ങൾ താമസിക്കുന്നതിന് കാരണം അത് നമ്മളുള്ള കുറവുകൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ തോന്നിയ രീതിയിൽ ജീവിക്കുകയും നമ്മുടെ തോന്നിയ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ വാഗ്ദത്തങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ പ്രകാരം വിശുദ്ധിയോടെ വേർപാടോടെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ഹല്ലേലൂയ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നടക്കുന്നുവെങ്കിൽ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു അവധി വെച്ച് അത് അത് തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നെങ്കിൽ, ദുഷ്പ്രവർത്തിക്കാരെ നടക്കുന്നെങ്കിൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിലുള്ള വാഗ്ദത്തങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും? എന്നെ നിങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് ഒന്ന് ശോധന ചെയ്യാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. വാഗ്ദത്തങ്ങൾ എത്ര താമസിച്ചാലും അത് പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് നിങ്ങൾക്കും എപ്പോഴും ഉണ്ടാകണമെന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പകൽക്കാലം നമ്മളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.
ദൈവം വാക്ക് മാറാത്തവനാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് ചുമ്മാതെ എഴുതി വച്ചിരിക്കുന്നല്ല, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ എഴുതി വെച്ചിരിക്കുന്ന വചനം, അതിന് മാറ്റമില്ല. ഹല്ലേലൂയ. മത്തായി 24 മത്തായിയുടെ സുവിശേഷം 34-35 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളും ഒഴിഞ്ഞു പോകുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുമില്ല. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളും എനിക്ക് നിങ്ങൾക്കും ഓരോരുത്തർ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളും നിവർത്തീകരിക്കും, അത് പ്രാവർത്തികമാകും എന്നുള്ള വിശ്വാസം എനിക്ക് നിങ്ങൾക്കും എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സമയത്തെ പ്രവർത്തിക്കുള്ളൂ, നമ്മൾ അതൊരിക്കലും ഓർത്തിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എനിക്ക് ഇപ്പോൾ തന്നെ വേണമെന്ന് കർത്താവിനോട് പറഞ്ഞ് ശാഠ്യം പിടിക്കാനും നമ്മൾ ഒരുങ്ങരുത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിഷയത്തിന്മേൽ മറുപടി ലഭിക്കാൻ താമസിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വാഗ്ദത്തം കർത്താവിൻ്റെ സമയത്ത് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തികമാകും. ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അനേകരെ രക്ഷയിലേക്ക് കടന്നു വരാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം. ഞാൻ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ സമയത്ത് അവർ ഹൃദയത്തിൽ കേൾക്കുന്ന വചനം ക്രിയ ചെയ്ത് അവർ രക്ഷയിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വചനത്തിൽ വായിച്ച പോലെ കർത്താവിൻ്റെ വചനങ്ങൾ വാഗ്ദത്തങ്ങൾ ഉവ് എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. അതിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആമേൻ പറയാം. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിൻ്റെ കരത്തിലേക്ക്. ഹല്ലേലൂയ. ദൈവത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കേണ്ടതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ശോധന ചെയ്യാം. എന്തുകൊണ്ട് അത് താമസിക്കുന്നു, എന്തുകൊണ്ട് അത് നടക്കുന്നില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് നമുക്ക് ശോധന ഇന്ന് പകൽക്കാലം തന്നെ നിങ്ങളെയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ സകല പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ കരത്തിലേക്ക് താഴ്മയൊന്ന് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഓരോ ദിവസം കർത്താവ് ഒരുക്കിയെടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്. ഈ വചനത്തിലൂടെ പ്രസ്ഥാനം പരിശുദ്ധ പകൽക്കാലം നമ്മളോട് പറയുവാണ് കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ ഉവ് എന്ന് മാത്രമാണ്. ഹല്ലേലൂയ. അത് ഉവ് എന്നും അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവന് ആമേൻ എന്നും തന്നെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒന്നുകൂടെ പറയട്ടെ, കർത്താവിൻ്റെ വചനത്തിന് കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു മാറ്റമില്ല. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് തരത്തിൽ ചെറുതും വലുതുമായ ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദർശനത്തിന് അവധി വച്ചിരിക്കുന്നത് വായിക്കുന്നത് പോലെ ആ കർത്താവിൻ്റെ സമയത്ത് വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന വിശ്വാസത്തോടെ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസത്തിൽ ഒന്നുകൂടെ വചനത്തോടെ ഉറപ്പിക്കുവാൻ മുഖാന്തരമായി വചനം തീർക്കട്ടെ എന്ന് ഞാൻ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ നമ്മുടെ കർത്താവ് ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഞാൻ ഇന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോ കാണാൻ കേൾക്കുന്ന ആരെങ്കിലും ആദ്യമായിട്ട് ദൈവം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മകത്തിന് ആദ്യമായിട്ട് ആരെങ്കിലും ആരെങ്കിലും കർത്താവ് യേശു രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല, യേശുവിനെ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവ് നിങ്ങളുടെ വായി കൊണ്ട് കർത്താവ് മരിച്ചെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും കൃത്യത്തിൽ വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആ വചനത്തിൽ ആശ്രയിച്ച് വചനത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കുക എന്ന് പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും വിടിവിപ്പിക്കാൻ ജീവിക്കുന്ന ഒരു ദൈവം യേശുവുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ആരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു സ്നേഹിക്കുന്നവനാണ്. ഗോഡ് ലവ്സ് യു. ഹല്ലേലൂയ. യേശുവിൻ്റെ വചനങ്ങൾക്ക് യേശുവിൻ്റെ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ എന്നെയും നിങ്ങളെയും കർത്താവ് ശക്തീകരിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മളുടെ കർത്താവ് നാം മഹത്വപ്പെടുമാറായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണലടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കന്യാസമനാല പിതാവിന്റെ നിമിഷത്തിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു അനുഗ്രഹിക്കട്ടെ രാത്രികൾ ഞങ്ങൾക്ക് തന്നു. ദൈവത്തിന് മഹത്വം. തന്നിരിക്കുന്ന ദിനത്തെ ഞങ്ങൾ അങ്ങനെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിന് പകൽക്കാലം ഞങ്ങളെല്ലാവരും ഞാൻ കേൾക്കുന്ന എല്ലാവരും ദൈവീയ സമാധാന ദൈവ ശക്തി സ്ഥാനത്തിലായിരിക്കും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ അങ്ങയുടെ വാഗ്ദത്തങ്ങൾ ഉവ് എന്ന് തന്നെ. കർത്താവെ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണം. തടസ്സങ്ങളെ കുറവുകളെ പരാജയങ്ങളെ കർത്താവ് ക്ഷമിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി ക്ഷമയോടെ താഴ്മയോടെ വിനയത്തോടെ കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും ആശ്രയി ജീവിപ്പാൻ താഴ്ന്നിരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ വീഡിയോ കാണുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീഡിയോ കാണുന്ന കർത്താവ് ഓരോരുത്തരുടെയും പ്രാർത്ഥന വിഷയങ്ങൾ സ്വത്വത്തോടെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പി ഏത് വിഷയത്തോട് ഭാരപ്പെടുന്നു പ്രാർത്ഥിക്കുന്നുവോ കർത്താവ് സ്വത്വം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അതുപോലെ ദൈവീയ പ്രവൃത്തികൾ വെളിപ്പെടുവാനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവനാമം ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ യഹോവയുടെ നാമം ഞങ്ങളുടെ മഹത്വപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിനായി ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കിയായിട്ട് കർത്താവ് വിശുദ്ധിയോടെ വേർപൊളിച്ച് പോലെ കൃപ തരുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ഇന്ത്യയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ ഹല്ലേലൂയ. ഇന്ത്യയുടെ ഓരോ ദൈവവചനത്തെ സഹായിക്കണമേ.
കർത്താവെ എല്ലാം മടങ്ങുന്ന എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവ് എന്നുള്ള വചനം കർത്താവ് ഞങ്ങളുടെ ഇതിനിടെ ഓരോ മൂലയിൽ എത്തിച്ചു വരുവാൻ കർത്താവ് വഴികളും മുഖാന്തരങ്ങൾ ഒരുക്കിയായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ സുവിശേഷ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെ കർത്താവ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദൈവസ്നേഹം എല്ലാവരും എത്തിച്ചേരും കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം ഞങ്ങളുടെ മഹത്വപ്പെടുന്നതിനായ സ്തോത്രം, പ്രാർത്ഥനയാ ചങ്ങടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും കാണുമ്പോൾ പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. എന്നെ ഓർത്ത് പ്രാർത്ഥന നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ.